നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. സീക്വൻസിന്റെ കൺവെർജൻസ്. നെക്സ്റ്റ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN പ്ലസ് എക്സെട്ര ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണെന്ന് നമ്മൾ പറയും. അപ്പം ഈ ഒരു ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. ഇനി ഒരു സീരീസിനും ഈ കൺവെർജൻ പ്രോപ്പർട്ടി ഉണ്ട്. സീക്വൻസ് കൺവെർജ് ചെയ്യുന്ന പോലെ തന്നെ സീരീസും കൺവെർജ് ചെയ്യും. സീരീസ് കൺവെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെർജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. അതായത് S1 ഈക്വൽ ടു A1, S2 ഈക്വൽ ടു A1 പ്ലസ് A2 എക്സെട്ര. ഇതിങ്ങനെ പോയിട്ട് Sn ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് AN വരെ. പിന്നെ Sn പ്ലസ് 1 ഉണ്ടാവും. ഇതിങ്ങനെ പോകും എക്സെട്ര. ഇപ്പം നിങ്ങൾക്ക് ഒരു സീക്വൻസ് കിട്ടി. S1 S2 എക്സെട്ര Sn എക്സെട്ര. Sn എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് കിട്ടി. ഈ സീക്വൻസിനെ പറയുന്ന പേരാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. Sequence of partial sum of the series, series summation an. So നമുക്ക് ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് കിട്ടി. സീക്വൻസിന്റെ കൺവെർജൻസ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ സീക്വൻസ് എസ്നെ ഒരു ഇതിലേക്ക് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വാല്യൂയിലേക്ക് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സീരീസ് കൺവെർജ് ചെയ്യുന്നതെന്നും ഈ സീരീസിന്റെ ഈ സമ്മ് എല്ലാണെന്നും നമ്മൾ പറയും. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സീരീസിന്റെ കൺവെർജൻസും ഡൈവേർജൻസും. അതിനുള്ള ടെസ്റ്റുകളാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ടെസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവേർജൻസ് ടെസ്റ്റ്. ഡൈവേർജൻസ് ടെസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സീരീസ് സമ്മേഷൻ A എന്ന് പറയുന്ന സീരീസ് എടുത്താൽ ഇതിലെ nth ടേം, അതായത് A എന്ന് പറയുന്നത്, അതിനെ n ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN. ഇത് 0 ആണെങ്കിൽ, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇത് നോൺ സീറോ ആണെങ്കിൽ ഈ കറസ്പോണ്ടിങ് സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും ഉറപ്പാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഈ സീരീസ് കൺവെർജന്റ് ആകാനുള്ള നെസസറി കണ്ടീഷനാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN ഈക്വൽ ടു 0. അതായത് ഏതൊരു കൺവെർജൻസ് സീരീസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN 0 ആയിരിക്കും. പക്ഷേ തിരിച്ച് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN ഈക്വൽ ടു 0 ഇംപ്ലൈസ് സമ്മേഷൻ AN ഈസ് കൺവെർജന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് തെറ്റാണ്. ഈ കാര്യം തെറ്റാണ്. പക്ഷേ തിരിച്ചുണ്ട്, ഇങ്ങോട്ടുണ്ട്. സമ്മേഷൻ AN കൺവെർജന്റ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN എന്തായാലും 0 ആയിരിക്കും. That means limit n tends to infinity AN equal to 0 is a necessary condition for the convergence of the series sigma AN. അപ്പം ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു സീരീസ് തന്നിട്ട് അത് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. സിഗ്മ n ബൈ 3 റേസ് ടു n, n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ഇതൊരു സീരീസ് ആണ്. ഇതിന്റെ nth ടേം AN എന്താണ്? n ബൈ 3 റേസ് ടു n ആണ്. ഇത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN കണ്ടുനോക്കുക. n ടെൻസ് ടു ഇൻഫിനിറ്റി AN ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ 3 റേസ് ടു n. ഇത് n-ന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടും. സോ നമുക്ക് ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. So this is limit n tends to infinity, n ന്റെ ഡെറിവേറ്റീവ് 1, 3 raised to n ന്റെ ഡെറിവേറ്റീവ് 3 raised to ln 3. ഇവിടെ
ഇൻഫിനിറ്റി n കൊടുത്താൽ 3 raised to infinity ഇൻഫിനിറ്റി ആവും. 1 by infinity equal to 0. ഇതിപ്പം ലിമിറ്റ് n tends to infinity an equal to 0 ആണ്. ഇത് 0 ആയതുകൊണ്ട് ഈ സീരീസ് കൺവെർജന്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എന്ത് പറയാം? ദിസ് സീരീസ് ഈസ് ഡൈവേർജന്റ് എന്ന് പറയാം. അതാണ് ഡൈവേർജൻസ് ടെസ്റ്റ്. ലിമിറ്റ് n tends to infinity an നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് സീരീസ് ഡൈവേർജ് ചെയ്യും. അതാണ് ഡൈവേർജൻസ് ടെസ്റ്റ്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ജോമെട്രിക് സീരീസ്. ജോമെട്രിക് സീരീസ് പല പ്രോബ്ലം ചെയ്യാനും നമുക്ക് ഉപകാരപ്പെടും. കാരണം പല പ്രോബ്ലത്തിന് നമുക്ക് ജോമെട്രിക് സീരീസിന്റെ രീതിയിലേക്ക് എഴുതാൻ പറ്റും. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച ജോമെട്രിക് പ്രോഗ്രഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് AR സ്ക്വയർ എക്സെട്ര ഇതാണ് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫോം. സോ ഇത് പ്ലസ് ഇടുക, A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AR raised to n minus 1 പ്ലസ് എക്സെട്ര. ഇതിനെയാണ് ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം A കോമൺ റേഷ്യോ R. ഇതിൽ നിന്ന് ഓരോ ടേമും കിട്ടാൻ വേണ്ടി R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. സോ ഇതിന്റെ കോമൺ റേഷ്യോ R ആണ്, ഫസ്റ്റ് ടേം A ആണ്. ഇതിനെ നമ്മൾ എഴുതും സമ്മേഷൻ AR raised to k minus 1 k equal to 1 to infinity. അല്ലെങ്കിൽ n ഉപയോഗിച്ചിട്ടാണെങ്കിൽ n equal to AR raised to n minus 1 n equal to 1 to infinity. ഇത് ഈ സീരീസ് കൺവെർജ് ചെയ്യുന്നത് നമ്മുടെ കോമൺ റേഷ്യോ മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിലാണ്. മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജസ്, മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് ഡൈവേർജന്റ് ആയിരിക്കും. സോ ഇത് മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് കൺവെർജന്റ് ആയിരിക്കുകയും ചെയ്യും. ഇതിന്റെ സമ്മ് ആ സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സമ്മ് കാണാനുള്ള ഫോർമുല A/1 മൈനസ് R ആണ്. സോ ഇതാണ് ജോമെട്രിക് സീരീസ്. പിന്നെ വരുന്നത് ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n പ്ലസ് എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n. ഇതിനെയാണ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. ഹാർമോണിക് സീരീസ് ഒരു ഡൈവേർജന്റ് സീരീസ് ആണ്. പിന്നെ നമ്മുടെ സാധാരണ വരുന്ന ഓൾജിബ്രാസ്, അതായത് ഓൾജിബ്രിക് റൂൾസ് ഇവിടെയുണ്ട്. അതായത് രണ്ട് കൺവെർജൻസ് സീരീസിന്റെ സമ്മ് കൺവെർജൻസ് സീരീസ് ആയിരിക്കും, സ്കാലാർ മൾട്ടിപ്പിളും കൺവെർജന്റ് സീരീസ് ആയിരിക്കും. ഇതാണ് ഓൾജിബ്രിക് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഇംപ്രോപ്പർ ഇന്റഗ്രലിലൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ, അതുപോലത്തെ കമ്പാരിസൺ ടെസ്റ്റുകളുണ്ട്. കമ്പാരിസൺ ടെസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സീരീസ് സമ്മേഷൻ സിഗ്മ എനും സിഗ്മ ബിഎനും രണ്ട് സീരീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഈ എനും ഇതിന്റെ ഈ ബിഎനും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിന്റെ കൂടെ സമ്മേഷൻ ബി എൻ കൺവെർജന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സമ്മേഷൻ എ എൻ കൺവെർജന്റ് ആവും. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നില് സമ്മേഷൻ ബി എൻ കൺവെർജന്റ് ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ എ എൻ കൺവെർജന്റ് ആണെന്ന് പറയാം. പിന്നെ വേറൊരു റിസൾട്ട് ഉള്ളത് സമ്മേഷൻ എ എൻ ഡൈവേർജന്റ് ആണ്, എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നും ആണെങ്കിൽ സമ്മേഷൻ ബി എന്നും ഡൈവേർജന്റ് ആയിരിക്കും. ഒന്നും കൂടി പറയാം, എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ആവുകയും ചെയ്യുക, സമ്മേഷൻ ബി എൻ കൺവെർജന്റ് ആകുകയും ചെയ്താൽ സമ്മേഷൻ എ എൻ കൺവെർജന്റ് ആയിരിക്കും. മറ്റൊരു റിസൾട്ട് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ആകുകയും എ എൻ ഡൈവേർജന്റ് ആകുകയും ചെയ്താൽ, എ എൻ അല്ല സമ്മേഷൻ എ എൻ ഡൈവേർജന്റ് ആകുകയും ചെയ്യുകയാണെങ്കിൽ ഈ സീരീസ് ബി എൻ ഡൈവേർജന്റ് ആയിരിക്കും. അതാണ് കമ്പാരിസൺ ടെസ്റ്റ്. പിന്നെ ഒരു ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ സീരീസ് എ എനും ഉണ്ട്, സീരീസ് ബി എനും ഉണ്ട്.
നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, L സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു നമ്പർ ആണെങ്കിൽ, ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം സിഗ്മ an ആൻഡ് സിഗ്മ bn കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ എന്ന് പറയാം. അതായത് ഈ റേഷ്യോന്റെ ലിമിറ്റ് കണ്ടിട്ട് ആ ലിമിറ്റ് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇപ്പൊ സമ്മേഷൻ bn കൺവർജന്റ് ആണ് എന്ന് അറിയാമെങ്കിൽ സമ്മേഷൻ anഉം കൺവർജന്റ് ആയിരിക്കും. സമ്മേഷൻ bn ഡൈവേർജന്റ് ആണ് എന്ന് അറിയാമെങ്കിൽ സമ്മേഷൻ anഉം ഡൈവേർജന്റ് ആയിരിക്കും. അതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇനി ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, അത് ഇന്റഗ്രൽ ടെസ്റ്റ് ആണ്. ഇന്റഗ്രൽ ടെസ്റ്റ് നമ്മളെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് സമ്മേഷൻ an ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇതിന്റെ കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ഈ anനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി f ഓഫ് എക്സ് dx വേർ f ഓഫ് n is equal to an. ഇവിടെ എടുക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്, f of x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് n കൊടുത്താൽ ഈ an കിട്ടണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്മേഷൻ 1/n ആണെങ്കിൽ f of x എങ്ങനെ എടുക്കും, f of x 1/x എന്ന് എടുക്കും. 1/n+1 ആണെങ്കിൽ 1/x+1 എന്ന് എടുക്കും. e raised to n ആണെങ്കിൽ e raised to x എന്ന് എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി f of x dx കാണാം. ഇത് ഇൻഫിനിറ്റി അൺബൗണ്ടഡ് ഇൻഫിനിറ്റി വന്നതുകൊണ്ട് ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആയിരിക്കും. സോ ഇതിന്റെ കൺവർജൻസോ ഡൈവർജൻസോ ടെസ്റ്റ് ചെയ്യാം. ഇത് കൺവർജന്റ് ആണെങ്കിൽ ഈ സീരീസ് കൺവർജന്റ് ആയിരിക്കും, ഇത് ഡൈവർജന്റ് ആണെങ്കിൽ ഇത് ഡൈവർജന്റ് ആയിരിക്കും. അതാണ് ഇന്റഗ്രൽ ടെസ്റ്റ്. ഇനി ഇതിലത്തെ പ്രോബ്ലംസ് നോക്കാം. ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം 5.23 മുകളിലൊരു ബാർ ഇട്ടിട്ട് തരും, എന്നിട്ട് എക്സ്പ്രസ് ദിസ് ആസ് എ റാഷണൽ നമ്പർ. ഇതിനെ റാഷണൽ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ചോദിക്കും. ഇത് കാണുമ്പോൾ സീരീസ് ആയിട്ട് ഒരു ബന്ധമൊന്നും തോന്നൂല, പക്ഷെ അത് മനസ്സിലാക്കണം. സീരീസിന്റെ അപ്ലിക്കേഷൻ ആണ്, സാറിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. 5.23 മുകളിലൊരു വരയിട്ടാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, 23 എന്ന് പറയുന്ന ഈ ബാറിന് അടിയിലുള്ള നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതായത് 23 23 23 എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഇതാണ് ഇതിന്റെ മീനിങ്. സോ ഇതിനെ നമുക്കൊരു ജോമെട്രിക് സീരീസിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇതിനെ 5 പ്ലസ് 0.23 കിട്ടാൻ വേണ്ടിയിട്ട് 23/100 ചെയ്തു, പ്ലസ് 23/23 ഇങ്ങനെ എഴുതാം. ഇതാണ് 5.232323 എക്സെട്ര. ഇതിനെ ഞാൻ 5 ആദ്യം എഴുതി, ഇവിടെ 23/100 ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. സോ ഇത് പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് 1/100 പ്ലസ് 1/100 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്, ഈ ബ്രാക്കറ്റിലുള്ളത് 6 1/100 എടുത്താൽ 6 1/100 എടുക്കുക. ഫസ്റ്റ് ടേം 1 എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം a ആൻഡ് കോമൺ റേഷ്യോ 1/100. 1/100 ഈസ് ലെസ് ദാൻ 1. സോ ദിസ് കൺവേർജസ്. സോ ഇത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ഏതാണ്, a/1 - r ആണ്. സോ a/1 - 1/100 that is equal to 5 plus 23/100 into 1/100 minus 1 99/100 that is equal to 5 plus 23/99 that is equal to 518
by 99. ഇങ്ങനെയാണ് റാഷണൽ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഏത് നമ്പർ തന്നാലും ഇപ്പോൾ 1.21 ബാർ എന്ന് പറഞ്ഞാൽ എന്താ 1.2121 പ്ലസ് എക്സെട്ര 2121 എക്സെട്ര. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1 പ്ലസ് 21/100 പ്ലസ് 21/10,000 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി പോയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 3 സീരീസിന്റെ കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് സീരീസിൽ ഇതിനെ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാം. 3n/6n 3 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/2n കിട്ടും. മൈനസ് 2n/6n 1/3n കിട്ടും. ഇതിനെ രണ്ട് സീരീസ് ആയിട്ട് വേറെ വേറെ എഴുതാം. ഇതിലെ ഫസ്റ്റത്തെ സീരീസ് എന്നിന് 0 കൊടുത്താൽ 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് എക്സെട്ര ആണ്. മൈനസ് ഇതിന് കൊടുത്താൽ 1 പ്ലസ് 1/3 പ്ലസ് 1/3² പ്ലസ് എക്സെട്ര ആണ്. ഇത് രണ്ടും ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് വിത്ത് ആദ്യത്തെ കോമൺ റേഷ്യോ 1/2 ആണ്, അത് ലെസ് ദാൻ 1 ആണ്. രണ്ടാമത്തതിൻ്റെ കോമൺ റേഷ്യോ 1/3 ആണ്, അത് ലെസ് ദാൻ 1 ആണ്, അതുകൊണ്ട് കൺവെർജൻസ് ആണ്. ഇതിന് രണ്ടിൻ്റെ സം ആണ് ചോദിച്ചത്. സോ a/1 മൈനസ് 1/2 മൈനസ് a/1 മൈനസ് 1/3 ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ അതായിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം സമ്മേഷൻ 2^(-1/3)n. ഇതിനെ സമ്മേഷൻ 2/3(n) മൈനസ് സമ്മേഷൻ 1/3(n). ഇവിടെയും ഇത് ഇങ്ങനെ കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാക്കുക ഇത് ജോമെട്രിക് സീരീസ് ആണ്. ഇത് ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 2/3 ആണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 1. ഇത് ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 1/3 ലെസ് ദാൻ 1. ഇതിന്റെ സം എന്ന് വെച്ചാൽ 1/1 മൈനസ് 2/3 മൈനസ് 1/1 മൈനസ് 1/3. അത് ചെയ്താൽ മതി. അടുത്തത് സമ്മേഷൻ -1 3n+1 ഇൻറ്റു 3/2n. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിന് 1 കൊടുത്താൽ 3/2 മൈനസ് 3/2 ഇൻറ്റു 1/2 പ്ലസ് 3/2 ഇൻറ്റു 1/2 സ്ക്വയർ മൈനസ് എക്സെട്ര. that is equal to 3/2 പ്ലസ് 3/2 ഇൻറ്റു മൈനസ് 1/2 കൊടുക്കുക പ്ലസ് 3/2 ഇൻറ്റു മൈനസ് 1/2 ഹോൾ സ്ക്വയർ, അപ്പോൾ ശരിയാകും, പ്ലസ് എക്സെട്ര. സോ ഇത് 3/2 പ്ലസ് ബാക്കിയുള്ള എന്താ ഫസ്റ്റ് ടേം 3/2 ഫസ്റ്റ് ടേം 3/2 ഇത് 3/2 പുറത്തേക്ക് എടുക്കുക. സോ 3/2 പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് 1/2 plus 1/2 whole square plus etc. So this is a geometric series with common ratio -1/2 and 1. So 3/2 into 1/1 minus -1/2. ഇത് ചെയ്താൽ അതിൻ്റെ ആൻസറും കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം സമ്മേഷൻ n equal to 1 to infinity 2/n into n plus 1 minus 4/3n. ഇതിൻ്റെ കൺവേർജൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം തന്നെ ഇവിടെ 2/n into n plus 1 അതിൽ നിന്ന് 1/n into n plus 1 എടുക്കുക. ഇതിനെ നമുക്ക് പാർഷ്യൽ സം ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദി പാർഷ്യൽ സം ഓഫ് 1/n മൈനസ് 1/n plus 1 ആണ്. പാർഷ്യൽ സം ആക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ n ഇവിടെ എഴുതുക, n plus 1 ഇവിടെ എഴുതുക. n ഇവിടെ എഴുതുമ്പം ഇതിൽ n plus 1 ഇതിൽ -1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്. സോ 1/n മൈനസ് ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്.1/ax plus b. എന്തായാലും എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് 1/n മൈനസ് 1/n plus 1 കിട്ടും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു n plus 1 കിട്ടാൻ വേണ്ടി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n plus 1 കിട്ടും. സോ
സോ ഇവിടെ ഞാൻ 1/n+1 സമ്മേഷൻ 1/n+1 കൺവെർജൻസ് ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് വേറെ തന്നെ ടെസ്റ്റ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലത്തെ നെ 1/k×k+1 എടുത്തു. അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ 1/k - 1/k+1 കിട്ടി. എന്നിട്ട് ഞാൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം Sn കാണുകയാണ്. S എന്ന് പറഞ്ഞാൽ എന്താ? A1 + A2 + etc. + AN ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു A1 എന്ന് പറഞ്ഞാൽ എന്താ? 1 - 1/2 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ 1/2 - 1/3 പ്ലസ് എക്സെട്ര പ്ലസ് AN എന്താണ്? 1/n - 1/n+1. സോ ഇതിൽ -1/2 + 1/2 കട്ട് ചെയ്യും, -1/3 + 1/3 കട്ട് ചെയ്യും, എക്സെട്ര ഇതെല്ലാം കട്ട് ചെയ്യും. ബാക്കി എന്തുണ്ടാകും? ബാക്കി 1 - 1/n+1 ഉണ്ടാവും. ഈ +1/n -1/n കട്ട് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ 1 - 1/n+1 ഉണ്ടാവും. നമ്മുടെ സമ്മേഷൻ 1/n×n+1 എങ്ങനെയാ കിട്ടുക? അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് ഇതെടുത്തത്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അവിടേക്കായിരിക്കും ഈ സീരീസ് കൺവേർജ് ചെയ്യുക. ഇത് കൺവേർജസ് ടു ലിമിറ്റ് n → ∞ Sn എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n → ∞ 1 - 1/n+1. 1/n+1 n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1/∞ 0ലേക്ക് പോകും. സോ ഇത് കൺവേർജസ് ടു 1. സോ ഈ സീരീസ് 1 ആണ്. ഇനി ഈ ലാസ്റ്റ് സീരീസ് ഇവിടെ എന്ത് ചെയ്യാം? ഇതപ്പോൾ എങ്ങോട്ട് പോകും? ഈ 2 പുറത്തേക്ക് എടുത്താൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ 2 സമ്മേഷൻ 1/n×n+1 കൺവേർജസ് ടു 1 2 × 1. ഇതെന്താ? -4/3n. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 4/3 ആൻഡ് കോമൺ റേഷ്യോ 1/3 ആണ്. എഴുതി നോക്കിയാൽ മതി, എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിന് 1 2 ഒക്കെ കൊടുത്ത് നോക്കിയാൽ മതി. സോ ദിസ് ഈസ് A/1 - 1/3. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഇതിന്റെ സം. അടുത്ത ക്വസ്റ്റ്യൻ 1 + 1/4 + 1/9 + 1/16 etc. ഈസ് കൺവെർജന്റ്. ഇത് കൺവെർജന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇന്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ സീരീസിന് നമുക്ക് എഴുതാം 1 + 1/2² + 1/3² + 1/4² etc. That means this is a series sigma n = 1 to infinity 1/n² ആണ്. ഇത് കൺവെർജന്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രൽ ടെസ്റ്റ് ആണ്. ഇന്റഗ്രൽ ടെസ്റ്റ് ഓർമ്മയില്ലേ? ഇന്റഗ്രൽ 1 to infinity ആണെങ്കിൽ 1 to infinity f(x) dx. f(x) എന്തെടുക്കണം? f(n) 1/n² കിട്ടത്തക്ക വിധത്തിൽ വേണം. അപ്പൊ f(x) എന്താണ്? 1/x². സോ ഇന്റഗ്രൽ 1 to infinity 1/x² dx കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് കൈൻഡ് ആണ്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. സോ ലിമിറ്റ് b → infinity ഇന്റഗ്രൽ 1 to b 1/x² dx equal to limit b → infinity 1/x² എന്നത് -1/x 1 to b is equal to limit b → infinity -1/b മൈനസും പ്ലസ് 1 b ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ -1/∞ 0 + 1 1 കിട്ടും. സോ ഈ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിന്റെ സമ്മ് അതിന്റെ ഇന്റഗ്രൽ 1 ആണ്. ഇത് ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണെന്ന് അറിയണ്ട, കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. സോ ഇത് കൺവേർജ് ചെയ്യായതുകൊണ്ട് ഇന്റഗ്രൽ ടെസ്റ്റ് വെച്ചിട്ട് ഈ സീരീസ് കൺവേർജ് ചെയ്യും. ഇതാണ് ഇന്റഗ്രൽ ടെസ്റ്റ്. ഇതേപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു സീരീസ് ആണ് സിഗ്മ 1/n⁻p. നേരത്തെ സ്ക്വയർ ആയിരുന്നു. സിഗ്മ 1/n⁻p ഇത് p > 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, p <= 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. കമ്പാരിസൺ ടെസ്റ്റിലൊക്കെ നമ്മൾ ഈ റിസൾട്ട് എടുക്കും. ഇത് p ഇന്റഗ്രൽ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പം നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ഇന്റഗ്രൽ 1 to infinity 1/x⁻p dx എടുക്കുക, അതിന്റെ വാല്യൂ കാണുക,
അതിന്റെ വാല്യൂ കണ്ടിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു വാല്യൂ കിട്ടും. അതുകൊണ്ട് ഇത് കൺവെർജന്റ് ആണ്. വാല്യൂ കിട്ടുന്നത് പി ഗ്രേറ്റർ ദാൻ 1ലാണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ വാല്യൂ കിട്ടില്ല. സോ ഡൈവർജന്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ സീരീസും ഡൈവർജന്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സീരീസ് ln(n)(n) ഇത് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് ഇന്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എൻ എന്താവണം? എഫ് ഓഫ് എൻ ln(n)(n) ആവണം. അപ്പൊ എഫ് ഓഫ് എക്സ് എങ്ങനെ എടുക്കാം? ln(x)(x). സോ ഇന്റഗ്രൽ 1 to ഇവിടെ എന്താണോ അതാണ് ഇവിടെ ഉള്ളത്. 1 to infinity ln(x)(x) dx. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. u ഈക്വൽ ടു ln(x) കൊടുക്കുക. സോ du ഈക്വൽ ടു 1/x dx. സോ ഇതെന്തായി മാറി? ലിമിറ്റ് എന്തായി മാറി? ln ഇവിടെ വേറൊരു പ്രശ്നം, വേറെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഫംഗ്ഷന് ഒരു 3 റെസ്ട്രിക്ഷൻ ഉണ്ട്, 3 കണ്ടീഷൻ ഉണ്ട്. ഫംഗ്ഷൻ എഫ് ഇത് ഇന്റഗ്രൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. സോ ഈ ഫംഗ്ഷൻ ln(x)(x) ആദ്യം ഡിക്രീസിങ് ആണോ നോക്കണം. സോ f'(x) കാണണം. f'(x) എടുത്താൽ കോഷ്യന്റ് റൂൾ എടുത്താൽ x ഇൻറ്റു 1/x മൈനസ് ln(x) ഇൻറ്റു 1/x², ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ln(x)/x². ഇത് എഫ് ഡിക്രീസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f'(x) ലെസ് ദാൻ 0 ആയിരിക്കണം. സോ ഇത് ലെസ് ദാൻ 0 ആകുന്നത് എപ്പോഴാണ്? x² പോസിറ്റീവ് ആണ്. സോ ഇത് ലെസ് ദാൻ 0 ആവണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് ln(x) എങ്ങനെയാവണം? ലെസ് ദാൻ 0 ആവണം. ln(x)നെ അസൈഡിലേക്ക് കൊണ്ടുപോയാൽ ln(x) ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. ln(x) ഗ്രേറ്റർ ദാൻ 1 ആകുന്നത് എപ്പോഴാണ്? ln(x) ഗ്രേറ്റർ ദാൻ 1 ആകുന്നത് x ഗ്രേറ്റർ ദാൻ e ആവുമ്പോഴാണ്. ഇന്റെ വാല്യൂ 2.718 ആണ്. സോ നമുക്ക് 3 മുതൽ ഇൻഫിനിറ്റി വരെ എക്സ് ഗ്രേറ്റർ ദാൻ ഇ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ 3 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്കൊരു നമ്പർ വേണം. അതുകൊണ്ടാണ് നമ്മൾ 2.71 എടുക്കാതെ 3 എടുക്കുന്നത്. 3 ടു ഇൻഫിനിറ്റിയിൽ ഇത് ഡിക്രീസിങ് ആയിരിക്കും. സോ 3 ഇൻഫിനിറ്റിയിൽ ഡിക്രീസിങ് ആണെന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പോസിറ്റീവ് ആണ്. കാരണം കണ്ടിന്യൂസ് ആവാൻ കാരണം താഴെ എക്സ് ഡിനോമിനേറ്റർ 0 ആകില്ല, കാരണം ഇത് 1 ടു ഇൻഫിനിറ്റി മുതലാണ്. സോ നമുക്ക് 3 ടു ഇൻഫിനിറ്റിയിൽ ഇന്റഗ്രൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. 3 ടു ഇൻഫിനിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 3 ടു ഇൻഫിനിറ്റി ln(x)(x) dx. ഇതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 3 ടു b ln(x)ന് u എന്ന് കൊടുക്കുക, 1/x dx du എന്ന് കൊടുക്കുക. അപ്പം ഈ 3നെയും bനെയും കൺവേർട്ട് ചെയ്യണം. സോ u x 3 ആകുമ്പം u എന്താവും? ln(3) ആകും. x b ആകുമ്പം u ln(b) ആകും. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി u du-ൻ്റെത് u²/2 ln(3) to ln(b), that is equal to 1/2 limit b tends to infinity ln(b² whole square minus ln(3) the whole square. b ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ln ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഇതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ഈ ഇന്റഗ്രല് ഡൈവേർജന്റ് ആണ്. ഇത് ഡൈവേർജന്റ് ആണെങ്കിൽ ഈ സീരീസ് ഡൈവേർജന്റ് ആണ്. അങ്ങനെ നമ്മൾ ഈ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ 3 പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. 3 പ്രോബ്ലംസും കമ്പാരിസൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സമ്മേഷൻ 1/n² + 5. ഇവിടെ n² + 5 നമുക്ക് സമ്മേഷൻ 1/n⁻p ഇതിന്റെ കാര്യം അറിയാം. എങ്ങനെയായിരുന്നു? p ലെസ് ദാൻ 1ല് ഈ സീരീസിന്റെ ടെസ്റ്റ് p ഗ്രേറ്റർ ദാൻ 1ല് കൺവേർജസും
കൺവെർജസും p ലെസ് ദാൻ 1 ഡൈവേർജസും ആണ്. സോ ഇവിടെ n² + 5 ആണോ n² ആണോ വലുത്? വലുത് n²+5 ആണ്. സോ 1/n² + 5 is less than 1/n². ബട്ട് an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആണ്. സമ്മേഷൻ 1/n² p ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് കൺവേർജ് ചെയ്യുന്നു. സോ ഇത് കൺവേർജസ്. സോ നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ 1/n² + 5 കൺവേർജസ്. അടുത്ത ക്വസ്റ്റ്യൻ 1/√n² - 1 ആണ്. അപ്പൊ ഇവിടെ n² ആണോ n² - 1 ആണോ വലുത്? n² ആണ് വലുത്. റൂട്ട് ഓഫ് ദാറ്റോ? ദാറ്റ് ഈസ് √n² is greater than √n² - 1. തിരിച്ചിട്ടാൽ 1/√n² - 1 is greater than 1/√n². But 1/√n² is 1/n. So 1/n less than 1/√n² - 1. But summation 1/n harmonic series ആണ്. ഇതെങ്ങനെയാണ്? ഡൈവർജന്റ് ആണ്. ഇത് ഡൈവർജന്റ് ആണ്. an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ bn എങ്ങനെയായിരിക്കും? ഡൈവർജന്റ് ആയിരിക്കും. ഓക്കെ. അടുത്തത് സമ്മേഷൻ 2n/3n + 1. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 3n ഉം 3n + 1 ഉം എടുക്കുക. ഏതാ വലുത്? ഇതാണ് വലുത്. അങ്ങനെയാണെങ്കിൽ 1/3n + 1 ഉം ലെസ് ദാൻ 1/3n ആയിരിക്കും. 2n രണ്ട് സൈഡിലോട്ട് കൊടുത്തു. സോ 2n/3n + 1 ലെസ് ദാൻ 2n/3n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 whole raised to n എന്ന് എഴുതാം. ദിസ് ഈസ് എ സമ്മേഷൻ 2/3 whole raised to n എന്താ? ഫസ്റ്റ് ടേം 2/3 ഉം കോമൺ റേഷ്യോ 2/3 ഉം ആയിട്ടുള്ള ജോമെട്രിക് സീരീസ് ആണ്. 2/3 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ജോമെട്രിക് സീരീസ് കൺവെർജസ്. സോ ഇത് കൺവെർജസ് ആയതുകൊണ്ട് സമ്മേഷൻ 2n/3n + 1 കൺവെർജസ്. ഓക്കെ. ഈ 3 പ്രോബ്ലം നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഇവിടെ ഞാൻ an 1/2n - n, bn ഞാൻ 1/2n എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സാധനം an ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an is 1/2n - n by 1/2n. ഈ 2n മുകളിലേക്ക് പോകും. സോ 2n/2n - n. ഇവിടുന്ന് 2n പുറത്തേക്ക് എടുത്താൽ 2n × 1 - n/2n. 2n ഉം 2n ഉം കട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 - n/2n. ഇനി ഇതിന്റെ n/2n വാല്യൂ കാണണം. അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/2n. ഇതിൽ ഇൻഫിനിറ്റി ഫോം ആണ്. സോ ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഡെറിവേറ്റീവ് 1, 2n ഡെറിവേറ്റീവ് 2n × ln2. ഇവിടെ n ഇൻഫിനിറ്റി കൊടുത്താൽ 1/2 ഇൻഫിനിറ്റി ആണ്. സോ 1/∞ = 0. സോ ഇതിൽ ലിമിറ്റ് കൊടുത്താൽ 1/1 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഒരു കിട്ടിയിരിക്കുന്ന L എന്താ? ഒരു പോസിറ്റീവ് നമ്പർ ആണ്. പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിന്റെ മീനിങ് സമ്മേഷൻ bn ഉം സമ്മേഷൻ an ഉം ഒരുപോലെ ആക്ട് ചെയ്യും. അതായത് സമ്മേഷൻ bn കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യും, ഇത് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡൈവേർജ് ചെയ്യും. ഇവിടെ സമ്മേഷൻ 1/2n ആണ്. സമ്മേഷൻ 1/2n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിനെ നമുക്ക് സമ്മേഷൻ 1/2n എഴുതാം. ദാറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1/2 ആൻഡ് കോമൺ റേഷ്യോ 1/2 ആണ്. സോ ഇത് 1/2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് കൺവെർജസ്. ജോമെട്രിക് സീരീസ് കൺവെർജസ്. സോ സമ്മേഷൻ ദിസ് കൺവെർജസ്. സോ അത് പ്രൂവ് ചെയ്തു. അടുത്തത് സമ്മേഷൻ √1 + 4. ഇവിടെ bn എങ്ങനെ എടുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ bn എടുക്കുന്നത് 4n/5n റൂട്ട്. ദാറ്റ് ഈസ് അതിനെ നമുക്ക് ഒന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. 4/5 whole raised to n/2.
ഇനി നേരത്തെ ചെയ്ത പോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ബൈ bn കാണുക. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 4 raised to n by 1 plus 5 raised to n divided by ആണ്. ഡിവൈഡഡ് ബൈ വരുമ്പോൾ ഇത് തിരിച്ചു വരും. 5/4 ഹോൾ റേസ് ടു n by 2 എന്ന് വരും. ഇവിടെ 4 raised to n മുകളിൽ നിന്നും 5 raised to n താഴ്ന്നും പുറത്തേക്ക് എടുക്കുക. സോ അത് പുറത്തേക്ക് പോകുമ്പോൾ 4 raised to n by 2 by 5 raised to n by 2 വരും. ഇതിൻ്റെ അകത്ത് റൂട്ട് 1 plus 1 by 4 raised to n divided by root 1 plus 1 by 5 raised to n into 5/4 whole raised to n by 2. ഇതും കട്ട് ചെയ്ത് പോയി. ഇനി n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/4 raised to n നേരത്തെ പറഞ്ഞ പോലെ ജോമെട്രിക് സീരീസ് ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട്. ഇവിടെ 1/4 raised to n നെ 1/4 raised to infinity, that is 1/infinity 0 വരും. സോ റൂട്ട് 1 plus 0 by root 1 plus 0, that is equal to root 1/1, that is equal to 1. സോ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇതാണെങ്കിൽ എന്താ 4/5 ഹോൾ റേസ് ടു n by 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ സാധനം? ദാറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 4/5 ഹോൾ റേസ് ടു 1 by 2 ആൻഡ് കോമൺ റേഷ്യോ 4/5 ഹോൾ റേസ് ടു 1 by 2. 4/5 ഹോൾ റേസ് ടു 1 by 2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ ജോമെട്രിക് സീരീസ് കൺവേർട്ട് ചെയ്യും. ഇത് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീരീസ് കൺവേർട്ട് ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, summation n equal to 1 to infinity root n raised to 4 plus 1 minus root n raised to 4 minus 1. സോ ഇത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇങ്ങനെ റൂട്ട് മൈനസ് റൂട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലസ് മൈനസ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയി കിടക്കുകയാണെങ്കിൽ ഇതിനെ ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിൽ റൂട്ട് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഞാൻ ഇതിനെ റൂട്ട് n raised to 4 plus 1 മൈനസ് ഇതിനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനോട് കൂടിയിട്ട് റൂട്ട് n raised to 4 plus 1 പ്ലസ് റൂട്ട് n raised to 4 minus 1, അതായത് ഇവിടെ മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് ആക്കുന്നത്. ആ ഒരു ടേം കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. n raised to 4 plus 1 റൂട്ട് n raised to 4 minus 1. ദിസ് ഈസ് ഈക്വൽ ടു ഇതിപ്പോൾ മുകളിൽ എന്തായി a minus b into a plus b ആണ്. സോ a square minus b square. a square എന്ന് പറഞ്ഞാൽ n raised to 4 plus 1 മൈനസ് b square എന്ന് പറഞ്ഞാൽ n raised to 4 minus 1 divided by root n raised to 4 plus 1 plus root n raised to 4 minus 1. n raised to 4 n raised to 4 കട്ട് ചെയ്തു 1 minus 1 2 കിട്ടും. സോ 2 this കിട്ടും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം വേണം bn ചൂസ് ചെയ്യാൻ. bn ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ n raised to 4 ഉണ്ട്, അത് റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ n സ്ക്വയർ ആവും. ഇവിടെയും n raised to 4 ഉണ്ട്, പുറത്തേക്ക് വരുമ്പോൾ n സ്ക്വയർ ആവും. n സ്ക്വയറും പ്ലസ് n സ്ക്വയറും 2n സ്ക്വയറും 2ഉം കട്ട് ചെയ്താൽ ഞാൻ എടുക്കും 1/n സ്ക്വയർ. ഈ രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്യുക. സോ bn 1/n സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻസ് ടു ഇൻഫിനിറ്റി 2/root n raised to 4 plus 1 പ്ലസ് ഇതിന് n raised to 4 പുറത്തേക്ക് എടുത്താൽ n സ്ക്വയർ ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 1/n raised to 4. ഇവിടുന്ന് n സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ റൂട്ട് 1 minus 1/n raised to 4 by 1/n സ്ക്വയർ എന്ന് പറയുമ്പോൾ n സ്ക്വയർ മുകളിലേക്ക് വരും. ഈ n സ്ക്വയർ കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യും. പുറത്തേക്ക് എടുത്തിട്ട് വേണേൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് 1 ആണ്. 1/n raised to 4 ഇൻഫിനിറ്റി 1/infinity 0 0 plus 1 1 minus 0 that is equal to 2. സോ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ bn
സമ്മേഷൻ ബി എന്ന് പറഞ്ഞാൽ പി ടെസ്റ്റ് വെച്ചിട്ട് സമ്മേഷൻ 1/n² കൺവർജന്റ് ആണ്. അതുകൊണ്ട് സമ്മേഷൻ ദിസ് കൺവർജന്റ് ആണ്. ഓക്കെ. അടുത്തത് ഈ സീരീസിന്റെ കൺവർജൻസ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിന്റെ nth ടേം എഴുതുക. an is equal to മുകളിൽ 1 3 5 എക്സെട്ര ഓഡ് നമ്പേഴ്സ് ആണ്. സോ 2n - 1 ബൈ ഇവിടെ ആദ്യത്തെ 1 2 3 എക്സെട്ര, സോ അത് n ആയിരിക്കും. ഇവിടെ 2 3 4 അത് n+1 ആയിരിക്കും. അടുത്ത് 3 4 5 അത് n+2 ആയിരിക്കും. സോ ഇങ്ങനെ an കിട്ടി. ഇനി bn ചൂസ് ചെയ്യണം. bn ചൂസ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്താ വെച്ചാൽ ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. സോ n/n³ അത് കട്ട് ചെയ്താൽ 1/n². ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് എഴുതുമ്പം n പുറത്തേക്ക് എടുക്കുക. n × 2 - 1/n ബൈ n into n into 1 + 1/n, n പുറത്തേക്ക് എടുക്കുക. 1 + 2/n ഡിവൈഡഡ് ബൈ 1/n². ഡിവൈഡഡ് ബൈ 1/n² എന്ന് പറഞ്ഞാൽ ഇൻറ്റു n² വരും. സോ n² n³ കട്ട് ചെയ്തു. ഇവിടെ n ന് ഇൻഫിനിറ്റി കൊടുത്താൽ 2 - 0 2/1 + 0 1 + 0 1, ദാറ്റ് ഈസ് 2 കിട്ടും. ഇത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ആൻഡ് സമ്മേഷൻ 1/n² പി ടെസ്റ്റ് വെച്ചിട്ട് കൺവർജന്റ് ആണ്. അതുകൊണ്ട് ഈ സീരീസ് കൺവർജന്റ് ആണ്. ഓക്കെ. അടുത്തത് ഈ സീരീസ് ആണ്. ഇതിന്റെ nth ടേം എഴുതണം. an മുകളിലൊക്കെ 1 ആണ്, താഴെ 1 3 7 15. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് 2 - 1 എഴുതാം, ഇതിനെ 4 - 1 എഴുതാം, ഇതിനെ 8 - 1 എഴുതാം, 16 - 1 എഴുതാം. ഇതെന്താ 2² ആണ്, ഇത് 2³ ആണ്, ഇത് 2⁴ ആണ്. സോ an is equal to 1/2n - 1. സോ ഇവിടെ bn എടുക്കാൻ എളുപ്പം 1/2n ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n പുറത്തേക്ക് എടുക്കുക. 1 - 1/2n ബൈ 1/2n മുകളിൽ 2n വരും. ഇതും കട്ട് ചെയ്തു. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 - 1/2 ഇൻഫിനിറ്റി 1/∞ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സിഗ്മ 1/2n എടുത്താൽ അതെന്താ ജിയോമെട്രിക് സീരീസ്. അതെങ്ങനെയാണ് കാണുന്നത്? സിഗ്മ 1/2 സിഗ്മ AR⁴n ഫോമിലുള്ളത് എപ്പോഴും ഒരു ജിയോമെട്രിക് സീരീസ് ആയിരിക്കും. ജിയോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം a ആൻഡ് കോമൺ റേഷ്യോ r ആയിരിക്കും. ഇവിടെ ഇത് ജിയോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ 1/2 ആണ്. 1/2 < 1 ആണ്. അതുകൊണ്ട് ജിയോമെട്രിക് സീരീസ് കൺവർജ് ചെയ്യും. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീരീസ് കൺവർജ് ചെയ്യും. ഓക്കെ. അടുത്തത് ഈ സീരീസിന്റെ കൺവർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ an is equal to ഇവിടെ 1 2 3 4 അതായത് റൂട്ടിന്റെ അകത്ത് n ബൈ 3 5 7 9 ദാറ്റ് ഈസ് 2n + 1. സോ ഇതിൽ bn എടുക്കുന്ന സമയത്ത് എന്ത് നോക്കുക? ഇവിടെ √n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. അപ്പൊ √n/n 1/√n. സോ bn 1/√n ആയിട്ട് എടുക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn √n/n പുറത്തേക്ക് എടുത്താൽ n × 2 + 1/n ഡിവൈഡഡ് ബൈ 1/√n. √n മുകളിലേക്ക് വരും. ഇതും കട്ട് ചെയ്തു. 1/n 1/∞ 0 2 that is equal to 1/2. 1/2 ഒരു >0 ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് നോക്കിയാൽ മതി. സിഗ്മ 1/√n ഈ സീരീസ് എങ്ങനെയാണ്? സിഗ്മ 1/n⁻p p < 1 ആണെങ്കിൽ ഡൈവർജന്റ് ആണ്. ഇവിടെ p എന്താ? p 1/2 ആണ്. 1/2 < 1 ആണ്. അതുകൊണ്ട് ഡൈവർജന്റ് ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന സീരീസ് ഡൈവർജന്റ് ആണ്. ഓക്കെ.